നമസ്കാരം. ലോക രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിയിലൂടെ ആഗോള ശ്രദ്ധാകേന്ദ്രമായി മാറിയ ഇന്ത്യ ഇപ്പോൾ മറ്റൊരു നിർണായക ദൗത്യത്തിനായി തയ്യാറെടുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലേക്ക് പറന്നുയരുകയാണ്. അത് കേവലം ഒരു നയതന്ത്ര സന്ദർശനമല്ല, ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമായി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ആഗോള സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള തന്റെ കർശനമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനായി പോവുകയാണ്. കടുത്ത സാമ്പത്തിക മാന്ദ്യങ്ങൾ, പടരുന്ന യുദ്ധങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരത, ഭീകരവാദത്തിന്റെ പുതിയ മുഖങ്ങൾ, ലോകം എന്നൊരു ബഹുമുഖ പ്രതിസന്ധിയിലാണ്. ഈ പശ്ചാത്തലത്തിൽ നവംബർ 23 വരെ നടക്കുന്ന G20 ഉച്ചകോടി ഒരു രക്ഷാ കവചം തീർക്കേണ്ടതുണ്ട്. പ്രമേയം വ്യക്തമാണ്: സുസ്ഥിര ഭാവിക്കായുള്ള സമഗ്ര വളർച്ച. എന്നാൽ ഈ ലക്ഷ്യത്തിനായി മോദിയുടെ കൈവശമുള്ള മാസ്റ്റർ പ്ലാൻ എന്താണ്? തീവ്രവാദത്തിന് അന്ത്യം കുറിക്കാൻ മോദി ആവശ്യപ്പെടുന്ന ആ പുതിയ ആഗോള നിയമം എന്താണ്? AI പോലെയുള്ള അതിവേഗം വളരുന്ന സാങ്കേതിക വിദ്യകളെ സമ്പന്ന രാജ്യങ്ങളുടെ കുത്തകയിൽ നിന്നും മോചിപ്പിച്ച് എല്ലാ മനുഷ്യർക്കും എങ്ങനെ പ്രയോജനപ്പെടുത്താം? വികസ്വര രാജ്യങ്ങളെ കടക്കണിയിൽ നിന്നും രക്ഷിക്കാനുള്ള ഇന്ത്യയുടെ നിർദ്ദേശം എന്തായിരിക്കും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ജോഹന്നാസ്ബർഗിലെ ചർച്ചകളിലുണ്ട്. G20യിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും മോദിയുടെ ഈ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ലോക നേതൃത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ പടയോട്ടം ഇവിടെ ആരംഭിക്കുകയാണ്. പ്രധാനമന്ത്രി മോദി G20 ഉച്ചകോടിയുടെ 3 ഔപചാരിക സെഷനുകളിലും സംസാരിക്കും. വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ആഗോളതലത്തിൽ പ്രതിഫലിക്കുന്ന സുപ്രധാന വിഷയങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുടെ കാതൽ. ഇന്ത്യയുടെ സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്ന തത്വത്തിന്റെ ആഗോള പതിപ്പാണ് ഈ സെഷനിലെ വിഷയം. വ്യാപാരം, ധനസഹായ വികസനം, കടം, തുല്യ വിപണി പ്രവേശനം, വികസ്വര രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണങ്ങളില്ലാത്ത തുല്യതയുള്ള വിപണി പ്രവേശനം G20 രാജ്യങ്ങൾ ഉറപ്പാക്കണം. നീതിയുക്തമായ ആഗോള വ്യാപാര നിയമങ്ങൾ വേണം. കടം, കടക്കെണി, നയതന്ത്രം തടയൽ, സാമ്പത്തികമായി ദുർബലമായ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ദക്ഷിണാർദ്ധഗോളത്തിലെ രാജ്യങ്ങൾ നേരിടുന്ന കടക്കെണി പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണം. സുതാര്യമായ സാമ്പത്തിക സഹായ വിതരണം ഉറപ്പാക്കണം. പ്രതിരോധ ശേഷിയുള്ള ഒരു ലോകം എന്നതുകൊണ്ട് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ആഗോള വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കൂട്ടായ കഴിവിനെയാണ്. കാലാവസ്ഥാ വ്യതിയാനവും ഊർജ പരിവർത്തനവും മോദി ഇവിടെ ശക്തമായ കാലാവസ്ഥാ നീതി ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഹരിത ഊർജത്തിലേക്കുള്ള മാറ്റത്തിനായി വികസിത രാജ്യങ്ങൾ സാമ്പത്തിക സഹായവും സാങ്കേതിക വിദ്യയും ഉറപ്പാക്കണം. പൊതുവായതും എന്നാൽ വ്യത്യസ്തമായതുമായ ഉത്തരവാദിത്തങ്ങൾ എന്ന തത്വത്തിൽ ഊന്നൽ നൽകും. ദുരന്ത സാധ്യത കുറയ്ക്കലും ഭക്ഷ്യ സംവിധാനങ്ങളും പ്രകൃതി ദുരന്തങ്ങൾ പതിവാകുമ്പോൾ ആഗോള ദുരന്ത പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം മോദി ഉയർത്തിക്കാട്ടും. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സുസ്ഥിരമായ കാർഷിക സംവിധാനങ്ങൾക്ക് വേണ്ടിയും വാദിക്കും. ഇത് ആധുനിക സാങ്കേതിക വിദ്യകളും തൊഴിൽ ഭാവിയും ചർച്ച ചെയ്യുന്ന സെഷനാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഭരണം, AI അതിവേഗ വളർച്ച, സാമൂഹിക അസമത്വങ്ങൾക്ക് കാരണമാകുന്നത് AI ധാർമ്മിക ഉപയോഗത്തിനും തുറന്നതും സുരക്ഷിതവുമായ AI സാങ്കേതിക വിദ്യ എന്നിവയെല്ലാം എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനും വേണ്ടി മോദി ഒരു ആഗോള ചട്ടക്കൂട് നിർദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ട്. നിർണായക ധാതുക്കളും മാന്യമായ ജോലിയും ലിഥിയം പോലെയുള്ള നിർണായക ധാതുക്കളുടെ വിതരണ ശൃംഖലയിൽ സുതാര്യത ആവശ്യമാണ്. ഈ വിഭവങ്ങൾ ഊർജ പരിവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ്. ലോകമെമ്പാടും മാന്യമായ ജോലികൾ സൃഷ്ടിക്കുന്നതിൽ G20 രാജ്യങ്ങൾക്ക് സുപ്രധാന പങ്ക് വഹിക്കാനുമുണ്ട്. മോദിയുടെ അജണ്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിർണായകവുമായ ഒരു ഭാഗം ഭീകരവാദത്തിനെതിരായ പോരാട്ടമാണ്. ഇത് ഇന്ത്യയുടെ പരമപ്രധാനമായ സുരക്ഷാ ആശങ്കയാണ്. തീവ്രവാദ ഫണ്ടിംഗ്, അതായത് സാമ്പത്തിക ട്രാക്കിംഗ്, ഭീകര ശൃംഖലകൾക്ക് ധനസഹായം നൽകുന്ന രാജ്യങ്ങൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെടാൻ മോദിക്ക് ശക്തമായ സാധ്യതയുണ്ട്. തീവ്രവാദ ഫണ്ടിങ്ങിന്റെ സാമ്പത്തിക ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഭീകരവിരുദ്ധ നടപടികൾ അന്തിമ കമ്മ്യൂണിക്കൽ ഉൾപ്പെടുത്താനുള്ള ഇന്ത്യ ശക്തമായ സമ്മർദ്ദം ചെലുത്തും. തീവ്രവാദം ഒരു രാജ്യത്തിന്റെയോ പ്രദേശത്തിന്റെയോ മാത്രം ശാപമല്ല, ഒരു ആഗോള പ്രശ്നമാണ്. ഇന്ത്യയുടെ ഈ നിലപാട് മോദി ഇവിടെ ആവർത്തിക്കും. സംയുക്ത പ്രഖ്യാപനത്തിലെ ശക്തമായ ഭാഷ, അതായത് തീവ്രവാദത്തിന്റെ എല്ലാ രൂപങ്ങളെയും പിന്തുണയ്ക്കുന്നവർക്കെതിരെ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത ഒന്നായിരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടും. ഇത് ലോകവേദിയിൽ തീവ്രവാദത്തിനെതിരെ ഏറ്റവും ശക്തമായി നിലപാടെടുക്കുന്ന രാജ്യമായി ഇന്ത്യയെ മോദി സ്ഥാപിക്കും. G20 ഉച്ചകോടിക്ക് പുറമെ മോദി നടത്തുന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും IBSA കൂട്ടായ്മയുടെ പങ്കാളിത്തവും ശ്രദ്ധേയമാണ്. ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക, ഏഷ്യ, ദക്ഷിണ അമേരിക്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിലെ ഈ 3 പ്രധാന ജനാധിപത്യ രാജ്യങ്ങളുടെ ത്രികക്ഷി പ്ലാറ്റ്ഫോം ഇത് 2003 സ്ഥാപിതമായത്. G20 പോലെയുള്ള വേദികളിൽ ഗ്ലോബൽ സൗത്തിന്റെ ഐക്യം ഉറപ്പാക്കും. ഇനി നയതന്ത്ര ലക്ഷ്യത്തിലേക്ക് വരാം. ആഗോള വിഷയങ്ങളിൽ സംയുക്ത നിലപാടുകൾ സ്വീകരിക്കുന്നതിലൂടെയും UN സുരക്ഷാ കൗൺസിൽ പരിഷ്കാരങ്ങൾക്കായി വാദിക്കുന്നതിലൂടെയും IBSA ഈ രാജ്യങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കും.
ഈ ഉഭയകക്ഷി ത്രികക്ഷി കൂടിക്കാഴ്ചകൾ G20 സെഷനുകൾക്കെല്ലാം പുറമെ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി G20യിൽ ഇന്ത്യയുടെ പങ്ക് അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ ഒരു പ്രധാന ശക്തി എന്ന നിലയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. ഗ്ലോബൽ സൗത്തിന്റെ ചാമ്പ്യൻ 2022 ബാലിയിൽ നിന്നും തുടങ്ങി 2023 ഇന്ത്യ പ്രസിഡൻസി ഏറ്റെടുത്തതോടെ G20യുടെ അജണ്ട വികസിത രാജ്യങ്ങളുടെ താല്പര്യങ്ങളിൽ നിന്നും വികസ്വര രാജ്യങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചു. ആഫ്രിക്കൻ യൂണിയന്റെ സ്ഥിരാംഗത്വം ഇന്ത്യയുടെ പ്രസിഡൻസിക്ക് കീഴിൽ ആഫ്രിക്കൻ യൂണിയൻ G20യുടെ സ്ഥിരാംഗമായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ നയതന്ത്ര വിജയങ്ങളിലൊന്നാണ്. ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ അളവുകോലാണ്. പ്രസിഡൻസി കൈമാറ്റം ഇന്ത്യയിൽ നിന്നും ബ്രസീലിലേക്കും അതുപോലെ തന്നെ തുടർന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കും പ്രസിഡൻസി എത്തുന്നത് G20യുടെ ശ്രദ്ധാകേന്ദ്രം ദക്ഷിണ ഗോളത്തിലേക്ക് മാറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഈ മാറ്റം ലോക GDPയുടെ 85%വും ലോക വ്യാപാരത്തിന്റെ 75%വും പ്രതിനിധീകരിക്കുന്ന G20 കൂട്ടായ്മയിൽ ഇന്ത്യയുടെ വാക്കുകൾക്ക് വലിയ മൂല്യം നൽകും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ G20 ഉച്ചകോടിയിലെ അസാന്നിധ്യം ശ്രദ്ധേയമായ ഒരു നയതന്ത്രപരമായ സംഭവമാണ്. അപൂർവമായ ഒഴിവാക്കൽ, അതായത് ഇത്രയും ഉന്നതമായ ഒരു അന്താരാഷ്ട്ര വേദിയിൽ US പ്രസിഡന്റ് പങ്കെടുക്കാതിരിക്കുന്നത് അപൂർവമാണ്. ദക്ഷിണാഫ്രിക്കയെ വിമർശിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ പ്രസ്താവനകൾ G20 കൂട്ടായ്മയിലെ ചില വികസ്വര രാജ്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇന്ത്യ US വ്യാപാര പിരിമുറുക്കത്തിലേക്ക് വരാം. ഇന്ത്യയുമായി ഒരു വ്യാപാര കരാറിൽ എത്താൻ കഴിയാത്തതിന്റെ നിരാശ വൈറ്റ് ഹൌസിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിലെ ക്ഷീര കാർഷിക മേഖലകളിൽ ഉൾപ്പെടെയുള്ള ചില റെഡ് ലൈനുകൾ മാറ്റാനായി ഇന്ത്യ വിസമ്മതിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ ഉറച്ച നിലപാട് ഇന്ത്യയുടെ പരമാധികാരത്തിലെ വിട്ടുവീഴ്ചയ്ക്ക് ഇന്ത്യ നിൽക്കില്ല എന്ന ഉറപ്പാണ് നൽകുന്നത്. അപ്പോൾ ട്രംപിന്റെ ഈ ഒരു നീക്കം G20യുടെ മൊത്തത്തിലുള്ള ഫലത്തെ ബാധിക്കില്ലെങ്കിലും ആഗോള സഹകരണത്തിന്റെ കാര്യത്തിൽ ചില അനിശ്ചിതത്വങ്ങൾ ഇത് സൃഷ്ടിക്കുന്നുണ്ട്. G20യുടെ ഈ സമ്മേളനം കേവലം ചർച്ചകൾക്കപ്പുറം ആഗോള വെല്ലുവിളികളെ നേരിടാനുള്ള ഇന്ത്യയുടെ ദീർഘവീക്ഷണമാണ് പ്രദർശിപ്പിക്കുന്നത്. സമഗ്ര വളർച്ച, കാലാവസ്ഥാ നീതി, ഭീകരവാദത്തിനെതിരായ കൂട്ടായ പ്രതിരോധം, സാങ്കേതിക വിദ്യയുടെ തുല്യ വിതരണം, ഈ ആവശ്യങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്വാധീനം എത്രത്തോളം വർദ്ധിച്ചു എന്നതിന്റെ തെളിവാണ്. ജോഹന്നാസ്ബർഗ് ഉച്ചകോടിയിൽ മോദിയുടെ ഓരോ വാക്കുകൾക്കും ലോകം കാതോർക്കും. കാരണം ഈ വാക്കുകൾ ലോകത്തിന്റെ സാമ്പത്തിക സുരക്ഷ, സാങ്കേതിക ഭാവിയെ നിർണയിക്കുന്നതിൽ നിർണായകമാണ്. ലോകം ഒരു പരിവർത്തന ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ പരിവർത്തനത്തിന്റെ അമരത്ത് ഒരു പ്രധാന ശക്തിയായി ഇന്ത്യ നിലയുറപ്പിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തീർച്ചയായും അത് രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.